2026 നടന്ന കീം എക്സാമിനേഷനിൽ 600-ൽ 580.68 സ്കോർ നേടി കേരളത്തിലെ 5ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഗോവിന്ദ് വിനോദ്. ബിസിനസ്സുകാരനായ വിനോദ് മന്നടത്തിലിന്റെയും അധ്യാപികയായ ഗോപിക പിയുടെയും മകനാണ് ഗോവിന്ദ്. മുണ്ടത്തിക്കോട് NSS VHSS സ്കൂളിൽ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിന്റെ ലോങ് ടേം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ശനി ഞായർ ദിവസങ്ങളിലും മറ്റ് അവധി ദിവസങ്ങളിലും ബ്രില്യന്റിന്റെ സെന്ററിലെത്തി എൻട്രൻസ് പരിശീലനം നേടിയാണ് ഗോവിന്ദ് 2026 കീം എക്സാമിൽ വിജയികളുടെ മുൻനിരയിൽ തന്നെ എത്തിയിരിക്കുന്നത്. JEE അഡ്വാൻസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ 2900 റാങ്കും JEE മെയിൻ പരീക്ഷയിൽ 99.7201,404 സ്കോർ നേടാനും ഗോവിന്ദിന് സാധിച്ചിരുന്നു. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത് കേരള എഞ്ചിനീയറിംഗ് 2026 കീം 5th റാങ്ക് ലഭിച്ച ഗോവിന്ദ് വിനോദിന്റെ ഒപ്പമാണ്. ഗോവിന്ദിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഗോവിന്ദിന്റെ പേര്, വീട് എവിടെയാ വരുന്നത്, ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒന്ന് പറയാമോ ഗോവിന്ദ്? എൻ്റെ പേര് ഗോവിന്ദ് വിനോദ്. ഞാൻ NSS VHS മുണ്ടത്തിക്കോടിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് മിണാലൂരാണ്. എൻ്റെ അച്ഛൻ്റെ പേര് വിനോദാണ്, ബിസിനസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ അമ്മയുടെ പേര് ഗോപിക, ടീച്ചറാണ്. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, ദേവിക പേര്, 7ലാണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ഗോവിന്ദ് 5ാം റാങ്കാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് കീം എഞ്ചിനീയറിംഗിൽ. എന്ത് തോന്നുന്നു? എന്തായിരുന്നു ഗോവിന്ദ് എക്സ്പെക്ട് ചെയ്തിരുന്നോ ഈ ഒരു റാങ്ക്? ഇത്ര വലിയ എക്സ്പെക്ട് ചെയ്തില്ല. നല്ലൊരു സന്തോഷമായി. പിന്നെ ഫാമിലി എല്ലാവരൊക്കെ എന്ത് പറയുന്നു? റാങ്ക് സന്തോഷം തന്നെ, സന്തോഷമാണ്, എല്ലാവരും ഹാപ്പി ആയിട്ട്. ഈ ഒരു എക്സ്പീരിയൻസ് പറയാമോ ഗോവിന്ദ്? ഇപ്പോൾ ഏത് ബാച്ചായിരുന്നു, അതുപോലെ എങ്ങനെയാണ് ഇത് ഒന്ന് ഹാൻഡിൽ ചെയ്ത് വന്നത്? ഈ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരിക്കാമല്ലോ, അപ്പോൾ അങ്ങനെയായിരുന്നോ അതോ യൂഷ്വലി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഹാപ്പി ആയിട്ട് പോയിരുന്നതാണോ? എങ്ങനെയാണ് ആ ഒരു പഠിത്തത്തിൻ്റെ ഒരു കാലഘട്ടം എങ്ങനെയാണ് പോയിരുന്നത്? ഞാൻ ലോങ് ടേം ബാച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ സൺഡേസിലായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ്സുകൾ. അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും ഞാൻ പോകാറുണ്ട്, മുടങ്ങാറില്ല. പിന്നെ വീക്ക് എക്സാംസ് ഒക്കെ എല്ലാം എഴുതാറുണ്ട്. എന്തായാലും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു ടീച്ചർമാരും പിന്നെ സ്റ്റാഫും പിന്നെ കോർഡിനേറ്റർമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അങ്ങനെ പഠിച്ചു. ഞാൻ പിന്നെ പൊതുവേ കുറച്ചുകൂടി കാഷ്വലായിട്ട് അതിനെടുത്തിരിക്കുന്നത്. എൻ്റെ ഹെൽത്ത് നോക്കി പിന്നെ കുറേ പഠിച്ചു, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, അങ്ങനെ പോയിരുന്നു. നമുക്ക് ശരിക്കും ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഫുൾ മോഡലുകളുടെ ഒരു ടൈം വരും. അതായത് ബ്രില്യൻറ്റിലെ ഏറ്റവും ഫുൾ മോഡലുകൾ ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന ഒരു ടൈം. അത് ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയുണ്ടായിരുന്നു? അതായത് അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഒരു എന്താണ്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു റേഞ്ചൊക്കെ മനസ്സിലാവാൻ ഒരു ഫുൾ മോഡലുകളുടെ ആ ഒരു ടൈമിലാണ്. അപ്പോൾ ആ ഒരു മോഡലിൻ്റെ ടൈമിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഗോവിന്ദിന്? അതായത് പെട്ടെന്ന് ലോങ് ടേം ബാച്ചും വന്ന് ഫുൾ മോഡലിലേക്ക് പോകുമ്പോൾ അത്രയും വലിയ കോമ്പറ്റീഷനാണ്. ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസൊക്കെ ആയിട്ട് കമ്പീറ്റ് ആണ്. അപ്പോൾ ആദ്യം കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ കുറേശ്ശെ ഞാൻ തെറ്റുകളൊക്കെ നോക്കി പിന്നെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് വന്നു. എന്തായാലും നല്ലൊരു ഹെൽപ്പായിരുന്നു അത്. നമുക്ക് ഗോവിന്ദിന് JEE അഡ്വാൻസിൽ 2900 റാങ്ക് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റാങ്കും എക്സ്പെക്ട് ചെയ്തിരുന്നോ? JEE അഡ്വാൻസിന് കിട്ടുക, ആ ഒരു ഉന്നത വിജയം നേടുക എന്നുള്ളത് പാരൻസും ഗോവിന്ദൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു വിജയമായിട്ട് തോന്നി. അതായത് ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. JEE മെയിൻസിന് 4500 ആയിരുന്നു. പെട്ടെന്ന് അപ്പോൾ ഇത്രയും വലിയൊരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ കയറി വരുന്ന പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ ആ ഒരു JEE മെയിൻ കഴിഞ്ഞ ഒരു വാശിക്ക് കയറി പഠിച്ചതിന്റെ ഫലമായിരിക്കാം. കൂടുതൽ പിന്നെ മെയിൻ ഞാൻ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും നല്ല തരക്കേടുള്ള മാർക്ക് ഉണ്ടാവും. അപ്പൊ പിന്നെ അഡ്വാൻസിനെ ഫോക്കസ് ചെയ്ത് അങ്ങനെ കുറെ ഇവിടുത്തെ മോഡൽസ് ഒക്കെ എഴുതി നല്ല ഇതായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഇവരും നല്ല കുറെ മെറ്റീരിയൽ ഒക്കെ തന്നു, എക്സ്ട്രാ മെറ്റീരിയൽ ഒക്കെ സഹായിച്ചു. ഗോവിന്ദിനെ ഇപ്പോ നമ്മുടെ ജോസേര അഡ്മിഷന്റെ കാര്യങ്ങളിൽ എവിടെയാണ് ഗോവിന്ദ് എത്തി നിൽക്കുന്നത്? എന്താണ് ഗോവിന്ദ് ആഗ്രഹിച്ചത്? ആ ഒരു കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എനിക്ക് റൗണ്ട് 1 IIT ധൻബാദിൽ ECE ആണ് കിട്ടിയത്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് കുറച്ചൊരു ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ പിന്നാലെ തന്നെ ഈ നല്ല കോളേജിൽ ചേരണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പം എന്തായാലും ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു ബ്രില്യൻറ്റിൻ്റെയും ബ്രില്യൻറ്റ് ഫാമിലിയുടെയും പേരിൽ. താങ്ക് യു. ഗോവിന്ദിൻ്റെ അമ്മയാണ്. അപ്പോൾ മാഡത്തിനോട് ഞാൻ ചോദിക്കുവാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇവന് ഈ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നോ അതോ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിരുന്നോ? അവനെ എങ്ങനെയാണ് മാഡം പിന്തുണച്ചത്? നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു.
അതായത് അവന് ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഓരോ മോഡൽ എക്സാം കഴിയുമ്പോഴും സാർമാർ അവന് മെസ്സേജ് അയക്കലും അപ്പം അപ്ഡേറ്റ് ചെയ്തിട്ട് ഇനി എന്ത് വേണം പഠിക്കാൻ. ഇപ്പോൾ JEE മെയിൻസിൽ അവർക്ക് നല്ല പെർസെൻറ്റേജിൽ വന്നപ്പോൾ പിന്നെ പറഞ്ഞത് അഡ്വാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്. അങ്ങനെ അവന് ഗൈഡൻസ് നല്ല സപ്പോർട്ടാണ്. നല്ല അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബേർഡൻ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. സാറ് തന്നെ എല്ലാം ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ കുറച്ചുകൂടി കൂളായിട്ട് പോകാൻ പറ്റിയ പ്രഷർ ഞങ്ങൾക്ക് അത്ര പ്രഷർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഗോവിന്ദിന് എന്താ വെച്ചാൽ പഠിക്കണം, അത് എടുക്കണം എന്നുള്ളതിന്റെ ഒരു പ്രഷറേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു രീതിയിലുള്ള പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങള് പറഞ്ഞ പോലെ കൂടുതലും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. മറ്റ് ഇവന്റുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലായിടത്തും പോവാനോ അല്ലെങ്കിൽ വേറെ ഫങ്ഷൻസിനൊക്കെ അതൊന്ന് കുറച്ച് മാറിയുന്നുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് പ്രഷർ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവനും കുറച്ച് കൂളായിട്ട് കാഷ്വലായി പഠിക്കാൻ പറ്റി. പിന്നെ പറഞ്ഞ പോലെ അവിടെ നിന്നുള്ള ഫോളോ അപ്പ് നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമുക്കും അത്ര ഇതില്ല. പിന്നെ ഗൈഡൻസ് ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം നെക്സ്റ്റ്, അത് നല്ല ഇതായിട്ട് കൊടുക്കണം. അത് ഫോളോ ചെയ്തു. അച്ഛൻ എന്താണ് തോന്നുന്നത് ഗോവിന്ദിന്റെ ഈ ഒരു ഉന്നത വിജയത്തില്? സാർ ഹാപ്പി ആണോ? പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു? അതെ, വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അഭിമാനമുണ്ട്. എന്തായാലും നല്ലൊരു വിജയം ഗോവിന്ദ് നേടി. അത് അവൻ്റെ എഫർട്ടിനോട് ഒപ്പം തന്നെ ബ്രില്ലിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓരോ ടീച്ചേഴ്സും, ടെന്നീസ് സാറും, കോർഡിനേറ്റർ ആയിട്ടുള്ള ടെന്നീസ് സാറ്, ഈവൻ ഡയറക്ടർ വരെ ഞങ്ങളെ ഇന്നും കൂടെ ഉണ്ടായിരുന്നു. എപ്പോൾ വിളിച്ചാലും അവരൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഈ ഫീൽഡിലല്ല, എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ സയൻസ് ഫീൽഡല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ബ്രില്യൻ്റെ അടുത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി. അതെ. അനിയത്തി എന്ത് പറയുന്നു? ചേട്ടൻ ഇപ്പോൾ ഭയങ്കര ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു? ചേട്ടൻ്റെ പാതയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, എങ്ങനെയാണ്? ഹാപ്പി ആണോ? ചേട്ടൻ ഹാപ്പി ആയിരിക്കുന്നതുകൊണ്ട് പിന്നെ അനിയത്തി ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഓക്കെ, എന്തായാലും കൺഗ്രാജുലേഷൻ ഗോവിന്ദ് വിനോദ്. എന്തായാലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും ബ്രില്യൻ്റ് ഫാമിലിയുടെ നേരുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.